നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോഴേ ചേലൂർ ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി പ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു ചിറയാണ്, ജലസേചനത്തിനും കൃഷി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഒരു ആൽമരം ഉണ്ട് കേട്ടോ, ഇടിലൻ വയസ്സനായിട്ടുള്ള ഒരു ആൽമരമുണ്ട്. ഈ വലിയ ആൽമരത്തിന് തൊട്ടടുത്ത് ഒരുപാട് പടവുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് ഇറങ്ങുന്നതിനും നീന്തി കുളിക്കുന്നതിനും ഒക്കെയാണ് ഇത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ നാൽക്കാലികളെയും കുളിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ ചിറയിലാണ് ഇവിടുത്തെ യുവാക്കളും കുട്ടികളും ഒക്കെ നീന്തൽ പഠിച്ചിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് മനോഹരമായ ഒരു ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയുണ്ട്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആമ്പൽപ്പൂവ് ഒരു സൈഡിൽ, ചിറയുടെ ഒരു സൈഡിൽ കുറച്ചധികം ആമ്പൽപ്പൂക്കളുണ്ട്. നല്ലൊരു വറ്റാത്ത ഒരു ചിറയാണിത്, ചേലൂർ ചിറ. ഇതിൻ്റെ ഒരു ഗ്രാമീണ ഭംഗി കാണാൻ നല്ല രസമുണ്ട്. ചുറ്റും തെങ്ങുംതോപ്പും അതുപോലെ കവുങ്ങുംതോപ്പും അതിനോട് ചേർന്ന മലനിരകളും ഒക്കെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. സൈഡിലൊക്കെ ഇരുമ്പിൻ്റെ കൈവരികൾ വെച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. കുട്ടികളും ആളുകളും ഒന്ന് വീഴാതിരിക്കാനൊക്കെ. നമ്മൾ നേരത്തെ ആദ്യം കണ്ട രണ്ട് കടവുകളും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ആൽമരത്തിൻ്റെ കാഴ്ചയും ഒക്കെ മനോഹരമാണ്. ഞാനിപ്പോൾ നമ്മൾ വന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റ് മറുകരയിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് മുന്നോട്ട് പോകും തോറും തൊട്ടാവാടികളാണ്. കാലിൻ്റെ മുകളിൽ ചെറുതായിട്ട് മുള്ളുകുത്തുണ്ട്. എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കാം. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലം കേട്ടോ. ആൽമരവും അമ്പലും കടവും ചെറയും അതിൻ്റെ ഓളപ്പരിപ്പും ഒക്കെ നമുക്ക് പകർത്താൻ പറ്റും. നമ്മൾ ആ കടവിൻ്റെ അവിടെ കണ്ടത് പിങ്ക് കളറിലുള്ള അമ്പൽപ്പൂവാണ്. ഇവിടെ വെള്ള നിറത്തിലുള്ള അമ്പലുകളുണ്ട്. 1-2 ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ചിറയില് ദേശാടന പക്ഷികളും കൂടി വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരുപാട് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു പോകുന്നുണ്ട്. ചുറ്റുപാടും ഇതുപോലെ കമ്പി കൊണ്ട് കെട്ടിയിട്ട് ഉണ്ട്. അതുപോലെ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. വെയിലൊക്കെ ആറുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഈ ചിറയുടെ 2 സൈഡിലുണ്ടല്ലോ കരകളിൽ നല്ല ടൈലൊക്കെ പാകി ബെഞ്ചൊക്കെ ഇട്ട് ചെറിയ കൊടകളൊക്കെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാർക്ക് വന്നിരിക്കാൻ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അടിപൊളി പ്ലേസാണ്. അതിന് പറ്റിയുള്ള ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. കിടിലൻ ലുക്കും. വേണമെങ്കിൽ ചെറിയ രീതിയിൽ പെഡൽ ബോട്ടിങ് അതൊക്കെ തുടങ്ങാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്. വടക്കാഞ്ചേരി, ഓട്ടുപാറ അതൊക്കെ ഇതിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ടൗൺ പ്രദേശങ്ങളാണ്. ഈ ചിറയോട് ചേർന്നിട്ട് ചെറിയൊരു അമ്പലമുണ്ട് കേട്ടോ. ഈ ചിറയിൽ അത്യാവശ്യത്തിന് നീർക്കൊക്കുകൾ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് അമ്പലം. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ചിറ പണിയുമ്പോൾ ചിറയ്ക്ക് 5 ഏക്കർ വിസ്തീർണ്ണമായിരുന്നു. പിന്നീട് ഇത് കരയുടെ സൈഡ് ഇരുവശങ്ങളൊക്കെ ഇടിഞ്ഞ് ഇതിൻ്റെ വിസ്തൃതി കുറഞ്ഞു. ഒരുപാട് നീർക്കൊക്ക് ഈ വെള്ളത്തിലുണ്ട്. വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വരവൂർ പഞ്ചായത്തിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ.